ഡിക്സ്മ്യൂഡ് എന്ന ഫ്രഞ്ച് ഹെലികോപ്റ്റർ കാരിയറായ യുദ്ധക്കപ്പൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈജിപ്ഷ്യൻ തുറമുഖമായ എൽ അരിഷിൽ ഗസ മുനമ്പിൽ നിന്ന് 50 കിലോമീറ്റർ പടിഞ്ഞാറ് നങ്കൂരമിടുകയായിരുന്നു. വാർഡുകളും ഓപ്പറേഷൻ തിയേറ്ററുകളും 70 മെഡിക്കൽ സ്റ്റാഫുകളും കൊണ്ട് സജ്ജീകരിച്ച ഈ കപ്പൽ ഇപ്പോൾ ഒരു ആശുപത്രിയായി പ്രവർത്തിക്കുകയാണ്. ഇസ്രായേൽ ഗസ സംഘർഷത്തിൽ പരിക്കേറ്റ 120 പേരെ ആശുപത്രിയായി പ്രവർത്തിക്കുന്ന ഈ യുദ്ധക്കപ്പലിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവർക്ക് കപ്പലിൽ പരിചരണവും ചികിത്സയും നൽകുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഈജിപ്തിലെ എൽ അരീഷിനോട് ചേർന്ന് യുദ്ധക്കപ്പൽ നിൽക്കുന്നതും പരിക്കേറ്റ ഫലസ്തീനികൾ കപ്പലിന്റെ പല നിലകളിലായി ഒരുക്കിയിട്ടുള്ള വാർഡുകളിലെ ഡോക്ടർമാരിൽ നിന്നും മെഡിക്കൽ ക്രൂവിൽ നിന്നും വൈദ്യസഹായം സ്വീകരിക്കുന്നതും വീഡിയോയിൽ കാണാം. ആദ്യം മുതൽ തന്നെ കപ്പലിൽ കയറിയ ഓരോ പരിക്കേറ്റ രോഗികളെയും കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. രോഗികളിൽ ഭൂരിഭാഗവും ആഴ്ചകൾക്ക് മുമ്പ് പരിക്കേറ്റവരാണ്. വിവിധ തരത്തിലുള്ള ശസ്ത്രക്രിയയിലൂടെ അവരെയെല്ലാം ഞങ്ങൾ സുഖപ്പെടുത്തി വരികയാണ്. ഡിക്സ്മ്യൂഡിലെ ഒരു മുതിർന്ന ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്: ആശുപത്രിയാക്കിയ ഈ കപ്പലിൽ കുറഞ്ഞത് 70 ഡോക്ടർമാരുണ്ടെന്നും ഈ കപ്പൽ സിനായ് പെനിൻസുലയിൽ എത്തിയതിനു ശേഷം 120-ലധികം രോഗികളെ ചികിത്സിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. രോഗികളെ കിടത്താനായി ആവശ്യത്തിന് സൗകര്യങ്ങളും വീൽ ചെയർ എക്യുപ്മെന്റ് ഫെസിലിറ്റിയും മറ്റ് അവശ്യ മരുന്നുകളും കപ്പലിൽ തന്നെ ഉണ്ട്. ദേഹത്തുള്ള പരിക്കുകൾ മാറ്റുന്നതിനോടൊപ്പം ഞങ്ങൾ പലരുടെയും മനസ്സിലുള്ള പരിക്കു മാറ്റുന്നുണ്ട്. ഇന്റേണൽ മെഡിസിൻ, സൈക്യാട്രി എന്നിവയുടെ കാര്യത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗികളെ പരിചരിക്കുന്നുണ്ട്. നാടുകടത്തപ്പെട്ട രോഗികളും ഇവിടെയുണ്ട്. ശാരീരിക പരിക്കുകൾ ഇല്ലാതെ പോലും അവർ മാനസികവും പോസ്റ്റ് ട്രോമാറ്റിക് ഫലങ്ങളും അനുഭവിക്കുന്നവരാണ്. സീനിയർ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്: പലസ്തീൻ അധികൃതരുടെ കണക്കനുസരിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 25,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. 10,000-കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതിനാൽ ഗസയിലെ പലസ്തീനികൾ വീട്ടിൽ വൈദ്യസഹായം ലഭിക്കാൻ പാടുപെടുകയാണ്. ഗസയിലെ 36 ആശുപത്രികളിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ബാക്കിയുള്ളവ വളരെ പാടുപെട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ചികിത്സാ സഹായത്തിനായി ഗസയിലേക്ക് ആശുപത്രിയാക്കിയ കപ്പലുകൾ അയച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സഹായത്തിനായി ഫ്രാൻസും മുന്നോട്ട് വന്നിരിക്കുന്നത്.